പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമാൻ ജയതിലക് IAS കുറിച്ചിട്ട് വ്യാപകമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഇതുവരെ ഇരുന്ന ഒരു ചീഫ് സെക്രട്ടറിമാരെ കുറിച്ചും ഇത്ര ഗുരുതരവും ഗൗരവതരവുമായിട്ടുള്ള ആരോപണങ്ങൾ, അതും ലൈംഗികാരോപണങ്ങൾ, സ്ത്രീപീഡന ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനു മുമ്പ് ഇരുന്ന ഒരു ചീഫ് സെക്രട്ടറിയെ കുറിച്ചും ഇതുപോലെ സ്ത്രീപീഡന ആരോപണങ്ങൾ ഉയർന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. മറ്റു പല ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ IASകാരുടെ ഇടയിൽ IASകാർക്ക് എത്താൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനമാണ് ചീഫ് സെക്രട്ടറി സ്ഥാനം. അതായത് IPS ഉദ്യോഗസ്ഥന്മാർക്ക് എത്താൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായ സ്ഥാനം DGP ലോ ആൻഡ് ഓർഡർ എന്നുള്ളതാണെങ്കിൽ, സർക്കാർ IAS ഉദ്യോഗസ്ഥന്മാർക്ക് എത്താൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനമാണ് ചീഫ് സെക്രട്ടറിയുടെ സ്ഥാനം. ഏതാണ്ട് 30 വർഷത്തെ സേവനം കഴിയുമ്പോഴാണ് അവർ ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്യുക. ഒട്ടേറെ പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ കേരളത്തിൽ ചീഫ് സെക്രട്ടറിമാരായിട്ട് ഇരുന്നിട്ടുണ്ട്. പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പാമുലിനുമായി ബന്ധപ്പെട്ട്, PJ തോമസുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരുപിടി ആരോപണങ്ങൾ പല ചീഫ് സെക്രട്ടറിമാരെ കുറിച്ചിട്ടും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും താരതമ്യേന ചീഫ് സെക്രട്ടറിമാർ ആരോപണ വിധേയരായിരുന്നില്ല എന്നുള്ള കാര്യവും കൂടി നമ്മൾ കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇപ്പോൾ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീമാൻ ജയതിലകനെ കുറിച്ചിട്ട് ആരോപണങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീപീഡനവും ലൈംഗിക പീഡനവുമൊക്കെയായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ പരാതിയാണ്. ഇനി അതുമാത്രമല്ല, അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികളുണ്ട്, വരുമാനത്തിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചതുമായി ബന്ധപ്പെട്ട പരാതികളുണ്ട്. അപ്പം ഒരുപാട് പരാതികളുണ്ട്. പക്ഷേ ആ പരാതികളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് സ്ത്രീപീഡന ആരോപണങ്ങൾ, ലൈംഗിക ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങൾ നമ്മൾ പൊതുവിലെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അത് സംബന്ധിച്ച് പല സ്ത്രീകളും പല സംഘടനകളും, സെക്രട്ടേറിയറ്റിൽ തന്നെയുള്ള സംഘടനകളൊക്കെ തന്നെ വളരെ വിശദമായി 2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി കൊടുത്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എൻ്റെ ഇരിക്കുന്ന ഈ ഒരു കെട്ട് കടലാസ്, അതെല്ലാം ഇത്തരം പരാതികളാണ്. ഈ പരാതികളെല്ലാം നമ്മളിങ്ങോട്ട് വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് തന്നെ 2-3 മണിക്കൂർ എടുക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ പരാതിയിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇതെല്ലാം പരാതികളാണ്. പരാതികൾ, നോട്ടീസുകൾ, ആക്ഷൻ കൗൺസിലുകാർ കൊടുത്തിട്ടുള്ള പരാതികൾ, പിന്നെ ഒരുപാടുണ്ട്. എല്ലാം മുഖ്യമന്ത്രിക്കാണ് കൊടുത്തിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഞാൻ ഈ ഉദ്യോഗസ്ഥനെ കുറിച്ചിട്ട് ഞാൻ ഒരല്പം വിശദമായി അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് 2000 മുതൽ തന്നെ ഈ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഉയർന്നു വരാൻ തുടങ്ങി എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ആ പരാതികളുടെ തുടക്കം എന്ന് പറയുന്നത്, ഞാനതൊരു വേറൊരു ചാനലിൽ പറഞ്ഞിരുന്നു. 2000-ൽ ഇയാൾ പിന്നെ കൊല്ലത്ത് കളക്ടറായിരിക്കുമ്പോൾ ഉള്ള ഇയാളുടെ ഗിറ്റാർ പഠനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആദ്യം പരാതി വന്നത്. അന്ന് അയാൾ കളക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു ജില്ലയിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള IAS പദവിയാണ്. ജില്ലയിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥാനമാണ് കളക്ടർ എന്ന് പറയുന്നത്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജനജീവിതവുമായി കളക്ടറുടെ പ്രവർത്തനങ്ങൾ ദൈനംദിനം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ ജില്ലയിലെ ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിനിധി ഒരുപക്ഷെ MLA കഴിഞ്ഞാൽ, MLA മണ്ഡലമാണ്, പക്ഷേ ജില്ലയിൽ കളക്ടറാണ്. അതുകൊണ്ട് തന്നെ കളക്ടർ വളരെ സുപ്രധാനമായിട്ട്, നിർണായക പ്രധാനമായിട്ടുള്ളൊരു റോളാണ്. അപ്പോൾ ആ റോള് വഹിച്ചുകൊണ്ട് ജയതിലക് 2000-ൽ കൊല്ലത്ത് കളക്ടറായിരിക്കുന്ന സമയത്ത് അയാൾ എല്ലാ ദിവസവും വൈകിട്ട് ഗിറ്റാർ പഠനം ആരംഭിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു വൈകിട്ടൊക്കെ ഗിറ്റാർ പഠനം ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു 8 മണി 9 മണി വരെയൊക്കെ ഈ ഗിറ്റാർ പഠനം നീളും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഗിറ്റാർ പഠനം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ IAS ഉദ്യോഗസ്ഥയായിരുന്നു. പക്ഷേ അവർ ഇദ്ദേഹത്തിൻ്റെ കൂടെ താമസമില്ല. ഒറ്റയ്ക്ക് അവിടെ താമസിക്കുമ്പോഴാണ് ഈ ഗിറ്റാർ പഠിത്തം. ഗിറ്റാർ പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ആ ഗിറ്റാർ പഠിക്കാനായിട്ട് ഒരു ആംഗ്ലോ ഇന്ത്യൻ യുവതിയാണ് എല്ലാ ദിവസവും അവിടെ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പഠിച്ച് അത് വലിയ സംസാര വിഷയമായി. അദ്ദേഹത്തിൻ്റെ ഒരു കീഴുദ്യോഗസ്ഥൻ തന്നെ ഈ കാര്യം പിന്നെ അസ്വസ്ഥനായതിനെ തുടർന്ന് അദ്ദേഹം വേറൊരു ജൂനിയർ IAS ഉദ്യോഗസ്ഥനോട് ഈ കാര്യം പറയുകയും, ഇത് വലിയ പ്രശ്നമാണ് ഈ ഗിറ്റാർ പഠിത്തം, ഇത് ഗിറ്റാർ പഠിത്തത്തിൻ്റെ മറവിൽ മറ്റു പല കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ വ്യാപകമായി, അത് പാട്ടായി മാറിയിട്ടുണ്ട്, അത് പരസ്യമായി രഹസ്യമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കളക്ടറോട് ഈ കാര്യം ഒന്ന് പറഞ്ഞ് സംസാരിച്ച് അദ്ദേഹത്തെ ഇതിൽ നിന്നൊന്ന് പിന്തിരിപ്പിക്കണം എന്ന്
ഈ കളക്ടറുടെ കീഴുദ്യോഗസ്ഥനായിട്ടുള്ള ഒരാൾ തന്നെ അന്നത്തെ ഒരു ജൂനിയർ IAS ഉദ്യോഗസ്ഥനോട് പറയുകയും അദ്ദേഹം പോയി ഈ പിന്നെ കളക്ടറുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞപ്പോൾ അതെന്താണ് അപ്പോൾ അദ്ദേഹം പോയി പറഞ്ഞു, നിങ്ങൾ വേണേൽ ഗിറ്റാർ പഠിച്ചോ, പക്ഷേ ഇത് ഈ രാത്രിയുള്ള ഗിറ്റാർ പഠിത്തമൊന്നും അവസാനിപ്പിക്കുക, അത് വേണമെങ്കിൽ രാവിലത്തേക്കാക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിനെന്താ കുഴപ്പം, ഞാനെന്തിനാ രാവിലെ പഠിക്കുന്നത്, വൈകിട്ട് പഠിച്ചാൽ പോരെ എന്നൊക്കെ അയാൾ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ള വിവരങ്ങൾ എനിക്ക് അന്ന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം വീണ്ടും എൻ്റെ അന്വേഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സ്ത്രീ ഉദ്യോഗസ്ഥരോട് ഉള്ള ഇയാളുടെ പെരുമാറ്റം വളരെ മോശമായിരുന്നു എന്നുള്ളതാണ്. അത് സ്ത്രീ ഉദ്യോഗസ്ഥരെന്ന് പറയുമ്പോൾ ആ സ്ത്രീ ഉദ്യോഗസ്ഥരിൽ 2 വിഭാഗക്കാരുണ്ട്. ഒന്ന് വനിതാ ജീവനക്കാർ, കാരണം ഇയാൾക്ക് പല വകുപ്പുകളുടെയൊക്കെ ചുമതലയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അവിടെയൊക്കെ ഉള്ള വനിതാ ജീവനക്കാരോട് ഇയാൾ പിന്നെ മോശമായി പെരുമാറിയതിൻ്റെ ഒരുപാട് വിവരങ്ങൾ ഇപ്പോൾ ഒരു വനിത പിന്നെ 10/4/2025 കൊടുത്ത ഒരു പരാതിയിൽ വെച്ചാൽ അതായത് പിന്നെ സൗകര്യപ്രദമായി സ്ത്രീകളെ കിട്ടിയാൽ ആദ്യം താൻ ഭയങ്കര സംഭവമെന്നും മാന്യനെന്നും നടിച്ച് വലയിലാക്കി, പിന്നെ മെൻ്റലാക്കി, ക്രമേണ ഭർത്താക്കന്മാരിൽ നിന്നും അകറ്റി തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരും. വന്നില്ലെങ്കിൽ മാഫിയയിലുള്ള ആൾക്കാരെ കൊണ്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തും. പല സ്ത്രീകളും അപമാനം കാരണം പുറത്തു പറയുന്നില്ല. സെക്രട്ടേറിയറ്റിലെ നിരവധി പേർക്ക് പരാതികളുണ്ട്. ഡോക്ടർ ജയതിലക സാർ അയക്കുന്ന അശ്ലീല സന്ദേശങ്ങൾ മാറി മറ്റു വനിതകൾക്ക് വരുമ്പോഴാണ് പുറത്തറിയുന്നത്. എന്തെങ്കിലും വിഷയം ഇമ്പോർട്ടൻ്റ് ഫയലുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം PA കാണാൻ പറയും. ഡോക്ടർ ജയതിലക സാർ PAക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശപ്രകാരം കാണേണ്ടതുപോലെ കണ്ടാൽ ഉടൻ അപ്രൂവ് ആകുവാൻ PA സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുക്കും. സ്ത്രീകൾ ഫയൽ അന്വേഷിച്ച് വന്നാൽ സാർ പുറത്താണ് എന്നും അവിടെ പോയി കാണുമെന്നും നിർബന്ധിച്ച് വിടുന്നത് പതിവാണ്. IAS ഉദ്യോഗസ്ഥന്മാരുടെ ലീവ് വരെ അദ്ദേഹത്തിൻ്റെ ഒരു PA ഉണ്ട്, അവരാണ് അവിടുത്തെ ഏറ്റവും വലിയ സ്വാധീനക്കാരി എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് പരാതികൾ സെക്രട്ടേറിയറ്റിലെ പല സ്ത്രീകളിൽ നിന്നും ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനകളിൽ നിന്നും എന്തിന് ഇടതുപക്ഷ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും സംഘടനകളിൽ നിന്ന് പോലും 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഇതിലിപ്പോൾ ഒരു നോട്ടീസ് എന്ന് പറയുന്നത് കാട്ടുകള്ളന്മാർക്ക് കഞ്ഞിവെച്ച ജയതിലകന് മൂക്ക് കയറിടുക ആക്ഷൻ കൗൺസിൽ അവരുടെ ഒരു നോട്ടീസാണ്. അത് ബെൻസി എന്ന് പറയുന്ന സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിൻ്റെ കൺവീനറും അവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ആ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ ഒരു പിടി പരാതികൾ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും എന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. പരാതികൾ 2-3 വർഷക്കാലമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിൽ പൊടിയടിച്ച് അലമാരിയിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. സുഹൃത്തുക്കളെ, ഇയാൾ ഈ സർക്കാരിലെ പിന്നെ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജീവനക്കാരായിട്ടുള്ള വനിതാ ജീവനക്കാരെ മാത്രമല്ല, ജൂനിയറായിട്ടുള്ള IAS ഉദ്യോഗസ്ഥകളോടും അയാൾ വളരെ മോശമായി ലൈംഗിക ചുവയോടുകൂടി മിസ്ബിഹേവ് ചെയ്തു എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ 3 പേരുടെ കാര്യമാണ് എൻ്റെ ശ്രദ്ധയിൽ വന്നത്. അതിലൊന്ന് എന്ന് പറയുന്നത് ഒരു വടക്കേ ഇന്ത്യക്കാരി ഒരു IAS ഉദ്യോഗസ്ഥ. അവരിരുന്ന സ്ഥാനത്തെക്കുറിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുമെന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അവരെ ഇയാൾ ലൈംഗികമായി പീഡിപ്പിക്കാനും ഒക്കെ വലിയ ശ്രമം നടത്തി അവരെ വലിയ സമ്മർദ്ദത്തിൽ ആഴ്ത്തിയതിനെ തുടർന്ന് ആ സ്ത്രീ കേരളം വിട്ടുപോകേണ്ടി വന്നു ആ സ്ത്രീക്ക് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവരൊരു ജൂനിയർ IAS ഉദ്യോഗസ്ഥയാണ്. വേറൊരു വനിതാ IAS ഉദ്യോഗസ്ഥ, IAS ഉദ്യോഗസ്ഥയും നിരന്തരമായി ലൈംഗികമായി പീഡിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി അവസാനം ആ ഉദ്യോഗസ്ഥയ്ക്ക് അവരുടെ വീട് പാല് കാച്ചുന്ന ദിവസം പോലും വീട്ടിൽ പോകാൻ പറ്റാത്ത നിലയിൽ അവരോട് അയാൾ പിന്നെ മോശമായി പെരുമാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവർക്ക് അന്ന് വീട് മാറ്റത്തിന് പോലും പങ്കെടുക്കാൻ അയാൾ സമ്മതിച്ചില്ല. കാരണം ലൈംഗികമായിട്ടുള്ള ചുവടുകൂടി അയാൾ പെരുമാറിയപ്പോൾ ഇവർ വഴങ്ങാതിരുന്നതോടുകൂടി അവരോട് പക തീർക്കാൻ വേണ്ടിയിട്ട് ഇയാൾ വലിയ ശ്രമം നടത്തി. അതുകൂടാതെ വേറൊരു സ്ത്രീയോടും വേറൊരു IAS ഉദ്യോഗസ്ഥയോടും ഇയാൾ മോശമായി പെരുമാറിയത് സംബന്ധിച്ചിട്ടുള്ള പിന്നെ ആരോപണങ്ങൾ ഉണ്ട്. അപ്പം IAS ഉദ്യോഗസ്ഥന്മാരോട് IAS ഉദ്യോഗസ്ഥകളോട് മോശമായി പെരുമാറുന്നു, സർക്കാർ ജീവനക്കാരികളോട് മോശമായി പെരുമാറുന്നു. ഇതിൻ്റെ പരാതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെയ്യുന്നു, ഒരനക്കവും ഉണ്ടാവുന്നില്ല. ഇതുപോലെ തന്നെ ഇയാളെക്കുറിച്ചിട്ടുള്ള വേറൊരു വലിയ ആരോപണം എന്ന് പറഞ്ഞാൽ എന്താണ്, മുട്ടിൽ മരമുറി നടക്കുന്നതിന് ആധാരമായിട്ടുള്ള വിവാദമായിട്ടുള്ള ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് ഇയാളാണ്. ഇയാളുടെ ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു 10,000 കോടി രൂപയുടെ ആ മരം വെട്ടുകാരൻ ആ ചാനൽ നടത്തുന്നവനുണ്ടല്ലോ, അവൻ്റെ പേര് പറഞ്ഞാൽ ഛർദ്ദിക്കാൻ വരും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അവൻ അത് പിന്നെ ആ മരം മുറിച്ചത് ഈ ജയതിലക ഇറക്കിയ വിവാദ ഉത്തരവിൻ്റെ
പശ്ചാത്തലത്തിലായിരുന്നു. എന്ന് മാത്രമല്ല, ഇയാൾ വരുമാനത്തിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞിട്ട് അനിൽ ബോസ് എന്ന് പറഞ്ഞിട്ടൊരു പൊതുപ്രവർത്തകൻ വിജിലൻസിന് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലൊക്കെ നോക്കുമ്പോൾ ഏറ്റവും വൃത്തികെട്ട ക്രെഡൻഷ്യൽസ് ഉള്ള ഒരു സ്ത്രീലമ്പടനായിട്ടുള്ള അഴിമതിക്കാരനായിട്ടുള്ള ഒരാളാണ് ചീഫ് സെക്രട്ടറിയുടെ കസേരയിൽ കേരളത്തിൽ ഇന്നിരിക്കുന്നത്. അയാളുടെ പേരാണ് ശ്രീമാൻ ജയതിലക്. അയാൾ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്. പിണറായി വിജയൻ സ്ത്രീലമ്പടന്മാരെ കൂടെ കൂട്ടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം പിണറായി വിജയൻ്റെ മുറിയിൽ അപ്പുറത്തിരിക്കുന്നതിന് 1-ാം നമ്പർ സ്ത്രീലമ്പടനാണ് പി ശശി. തൻ്റെ സ്വന്തം പാർട്ടിയിൽ ഒരു എം.എൽ.എയുടെ മകളോട് ലൈംഗികയോടുമായി പെരുമാറി, DYFIയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയോട് പെരുമാറി എന്നൊക്കെ പറഞ്ഞ് പാർട്ടിയിൽ നിന്ന് 2010 പാർട്ടി അന്വേഷണം നടത്തി പുറത്താക്കിയ ആളാണ് പി ശശി. ആ പി ശശി തൊട്ടപ്പുറത്ത് വന്നിരിക്കുമ്പോൾ, ആ പി ശശിയെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിരിക്കുമ്പോൾ സ്വാഭാവികമായി ചീഫ് സെക്രട്ടറിയുടെ കസേരയിൽ സ്ത്രീലമ്പടനിരുന്നാലും മുഖ്യമന്ത്രിക്ക് ബുദ്ധിമുട്ടൊന്നും വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും മോശമായിട്ടുള്ള പശ്ചാത്തലമുള്ള, സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപിടി പരാതികളുള്ള, അഴിമതി ആരോപണങ്ങളുള്ള, വരുമാനത്തെക്കാൾ കൂടുതൽ സ്വത്ത് സമ്പാദിച്ചു എന്ന ആരോപണമുള്ള ഒരാൾ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് ഇതുവരെ ഇരുന്നിട്ടുണ്ടാവില്ല, ഇനിയും ഇരിക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അയാൾ അവിടെ ചാഞ്ഞ് സമൃദ്ധിയിൽ അവിടെ ഇരിക്കുന്നതും കൂടുതൽ സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നതിൻ്റെ കാരണം കേരളത്തിൽ പിണറായി വിജയനെ പോലെ ഒരാൾ മുഖ്യമന്ത്രിയായിരിക്കുന്നത് കൊണ്ടാണ് എന്ന കാര്യം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്.